hours 53 minutes. On an average, ഒരാൾക്കൊരു ദിവസം പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് 2 hours 53 minutes ആണ് അക്കോർഡിംഗ് ടു റിസർച്ച്. നമ്മൾ അറൗണ്ട് 8 hours വർക്കിന് വേണ്ടി ആവറേജ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വർക്ക് ആയിക്കോട്ടെ, നിങ്ങൾ ബിസിനസ് ആയിക്കോട്ടെ, ആവറേജ് നമ്മൾ 8 hours വർക്കിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് ആക്ച്വലി 2 to 3 hours മാത്രമാണ്. ഇമാജിൻ നിങ്ങൾ 3 മണിക്കൂർ കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു 1.5 മണിക്കൂർ കൊണ്ട് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നു. പക്ഷേ ഇതിൻ്റെ ലോങ് റൺ ആക്ച്വലി സംഭവിക്കുന്നത് നിങ്ങൾ ഒരു വർഷത്തിൽ ചെയ്ത് തീർക്കുന്ന ടാസ്കുകൾ നിങ്ങൾക്ക് 6 months കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു എന്നുള്ളതല്ലേ. എങ്ങനെ ഇത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുക? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അങ്ങനെയുള്ള 2 കിട്ടിലൻ പ്രൊഡക്ടിവിറ്റി ഹാക്സ് ആണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ വർക്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന 2 കിട്ടിലൻ പ്രൊഡക്ടിവിറ്റി ഹാക്സ് ആണ്. എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്പർ 1, എയ്സൻഹോവർ മെട്രിക്സ്. ഇമാജിൻ നിങ്ങളുടെ അടുത്ത് കുറച്ചധികം ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഈ ഒരു എയ്സൻഹോവർ മെട്രിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സോ ഇവിടെ ഞാൻ 4 ബോക്സസ് ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്, നോട്ട് ഇമ്പോർട്ടൻറ്റ്, അർജൻറ്റ് ആൻഡ് നോട്ട് അർജൻറ്റ്. സോ ഈ ഒരു ബോക്സിലേക്ക് അർജൻറ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യങ്ങളാണ്. ദെൻ ഈ ബോക്സിലേക്ക് നോട്ട് അർജൻറ്റ് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഈ ബോക്സിലേക്ക് നോട്ട് ഇമ്പോർട്ടൻറ്റ് പക്ഷേ അർജൻറ്റ് ആണ്. ആൻഡ് ഫൈനലി നോട്ട് അർജൻറ്റ്, നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളൊരു വർക്ക് ഉണ്ട്, അത് അർജൻറ്റ് ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വർക്ക് ഈ ബോക്സിലേക്ക് ആഡ് ചെയ്തിടണം. ദെൻ നോട്ട് അർജൻറ്റ് ബട്ട് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് അർജൻറ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല, പക്ഷെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ദാറ്റ് അങ്ങനെയുള്ള ടാസ്കുകൾ നിങ്ങൾക്ക് ഈ കോളത്തിലേക്ക് കൊണ്ടുവരാം. അർജൻറ്റ് ആണ്, പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അങ്ങനെയുള്ള ടാസ്കുകൾ നിങ്ങൾക്ക് ഇതിലേക്ക് കൊണ്ടുവരാം. ദെൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അർജൻറ്റും അല്ല, ഇമ്പോർട്ടൻറ്റും അല്ല, ഇങ്ങനെയുള്ള ടാസ്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടേക്ക് കൊണ്ടുവരാം. ദെൻ അർജൻറ്റുമാണ്, ഇമ്പോർട്ടൻറ്റുമാണ് എന്നുള്ള ബോക്സിൽ വരുന്ന എല്ലാ ടാസ്കുകളും നിങ്ങൾക്ക് ഹൈ പ്രയോറിറ്റി ആണ്, നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ്. സോ ദാറ്റ് ഇവിടെ ഡു എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ അർജൻറ്റ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എപ്പോൾ ചെയ്യും എന്നുള്ളൊരു സമയം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്യാം. സേ ഫോർ എക്സാമ്പിൾ, വർക്കൗട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സമയത്ത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യും ഇന്നത്തെ ദിവസം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടതായിട്ടില്ല, പക്ഷേ പിന്നീട് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. അത് ഏത് സമയത്ത് ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നോട്ട് ഡൗൺ ചെയ്യാവുന്നതാണ്. ദെൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഇമ്പോർട്ടൻ്റ് അല്ല പക്ഷേ അർജൻറ്റ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടാസ്ക് ഡെലിഗേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് നിങ്ങൾക്ക് വേറൊരാളിലേക്ക് അസൈൻ ചെയ്യാനായിട്ട് പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ദാറ്റ് ഡെലിഗേറ്റ് എന്നുള്ളതുണ്ട്. ആൻഡ് നോട്ട് അർജൻറ്റ്, നോട്ട് ഇമ്പോർട്ടൻറ്റ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അർജൻറ്റുമല്ല, ഇമ്പോർട്ടൻറ്റുമല്ല എന്നാണെന്നുണ്ടെങ്കിൽ ആ ടാസ്കുകൾ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ടുള്ള കമൻസിന് റിപ്ലൈ കൊടുക്കണം എന്നുള്ളത്, നിങ്ങളൊരു സോഷ്യൽ മീഡിയ ഹൈലി ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളല്ല എന്നുണ്ടെങ്കിൽ ആ കമൻസിന് റിപ്ലൈ കൊടുക്കുക എന്നുള്ളത് അർജൻറ്റും അല്ല, ഇമ്പോർട്ടൻറ്റും അല്ല എന്നുള്ളൊരു കാറ്റഗറിയിൽ മേ ബി നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ടാസ്ക് താൽക്കാലികമായി നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ്. നിങ്ങൾക്കൊരു നമ്പർ ഓഫ് ടാസ്കുകൾ ഉണ്ട്, അല്ലെങ്കിൽ എനിക്കിത് ഏറ്റവും കൂടുതൽ വർക്കായിട്ടുള്ളത് കുറച്ച് നമ്പർ ഓഫ് ടാസ്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബോക്സിലേക്ക് അതിന് ഡിവൈഡ് ചെയ്യാനും റൈറ്റ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അത് ചെയ്യാനും പറ്റുമെന്നുള്ളതാണ്. സോ ദാറ്റ് വാസ് നമ്പർ 1. നമ്പർ 2, ശരിക്കും ഒരു തിയറി ഉണ്ട്. ദാറ്റ് ഈസ് ഒരാൾക്ക് ക്രിയേറ്റീവും ലോജിക്കലും ആയിട്ടുള്ള കാര്യങ്ങൾ അറ്റ് എ ടൈം മാനേജ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളത്. ഞാൻ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലും ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളിലും ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളാണ്. സോ ദാറ്റ് എനിക്ക് ഇത് രണ്ടും അറ്റ് എ ടൈം മാനേജ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഒരു സ്ട്രെസ് വരാറുണ്ട്. സോ ദാറ്റ് ഈ ഒരു തിയറിയിൽ ഞാൻ ആക്ച്വലി ബിലീവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു കിഡിലൻ ഹാക്ക് എന്ന് പറയുന്നത് ഒരു ഡേ സ്പെസിഫിക്കലി ഒരു കാര്യത്തിന് വേണ്ടി മാറ്റി വെക്കുക. സേ ഫോർ എക്സാമ്പിൾ, ഒരു ഡേ ക്രിയേറ്റീവ് ഡേ എന്നുള്ളതാക്കാം, ആൻഡ് വേറെ ഡേ നിങ്ങൾക്ക് ലോജിക്കലിലേക്ക് കൊണ്ടുവരാം. എൻ്റെ ഒരു ടാസ്ക് ആണ് എനിക്ക് യൂട്യൂബ് വീഡിയോ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യണം എന്നുള്ളത്. സോ ഞാൻ ഇവിടെ ടാസ്ക് ആയിട്ട് അത് ആഡ് ചെയ്യുന്നു. ആൻഡ് ഓഫ് കോഴ്സ് യൂട്യൂബിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുക എന്നുള്ളത് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഈ ഒരു ടാസ്കിന് ഇപ്പോൾ ഒരു വീഡിയോൻ്റെ സ്ക്രിപ്റ്റ് എഴുതാനാണെന്നുണ്ടെങ്കിൽ മേ ബി ഒരു 45 minutes എനിക്ക് അതിന് ടൈം എടുക്കാം. ആൻഡ് ഞാൻ അതിനെ മൺഡേയിലേക്ക് മാറ്റുന്നു. സോ എന്നെ സംബന്ധിച്ചിടത്തോളം മൺഡേ എന്നുള്ളത് ഒരു ക്രിയേറ്റീവ് ഡേ ആണ്. സോ ഇവിടെ ഞാൻ മൾട്ടിപ്പിൾ ടാസ്കുകൾ മൺഡേയിലേക്ക്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ക്രിയേറ്റീവ് ടാസ്കുകൾ മൺഡേയിലേക്ക്, അല്ലെങ്കിൽ മൺഡേ ചെയ്യും എന്നുള്ള കാര്യം ഞാൻ തീരുമാനിക്കും. ദെൻ അനദർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ കമ്പനിയായിട്ട് തന്നെയുള്ള ബ്ലോലിനിലേക്ക് ഒരു SOP ക്രിയേറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് ബ്ലോലിൻ SOP എന്നെ സംബന്ധിച്ചിടത്തോളം അഫ്കോഴ്സ് അത് ലോജിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്കതിന് അറൗണ്ട് 1.5-1.5 hours ടൈം എടുക്കും. ആൻഡ് അതിനെ ഞാൻ മറ്റൊരു ഡേയിലേക്ക്, ദാറ്റ് ഈസ് ട്യൂസ്ഡേയിലേക്ക് മാറ്റുന്നു. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ട്യൂസ്ഡേ എന്നുള്ളത് ലോജിക്കൽ ഡേ ആണ്.
ആ ദിവസം ഞാൻ ആ രീതിയിലുള്ള ടാസ്കുകൾ മാത്രമാണ് ചെയ്യുക. ആൻഡ് വേറൊരു കാര്യം ഇതിലേക്ക് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ക്രിയേറ്റീവ് സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിക്കാം. സോ അഫ്കോഴ്സ് അത് ക്രിയേറ്റീവ് ആണ്. അതിന് മേ ബി 1 to 2 hours എടുക്കാം. ദാറ്റ് ഈസ് മൺഡേ. ദാറ്റ് ഈസ് എൻ്റെ ക്രിയേറ്റീവ് ഡേയിലേക്ക് എനിക്കത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ഒരു അപ്രോച്ച് നിങ്ങൾ എടുക്കുന്നതിലുള്ളൊരു മേജർ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ കൊടുക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും ലോജിക്കൽ തിങ്കിങ്ങും സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി മാറ്റിക്കൊണ്ട് ഒരു ദിവസം കംപ്ലീറ്റ്ലി ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. വേറെ ദിവസം കംപ്ലീറ്റ്ലി ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ദിസ് ഇസ് എൻ അനദർ അപ്രോച്ച്. നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയിൽ ഉറപ്പായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ക്യാപ്പബിലിറ്റി ഉള്ള ഒരു കിഡ്ലൻ അപ്രോച്ചാണ്. സോ അതായിരുന്നു 2 അടിപൊളി പ്രൊഡക്ടിവിറ്റി ഹാക്സ് എന്ന് പറയുന്നത്. ദിസ് ഇസ് നോട്ട് ലൈക്ക് ഒരു തിയറി ബേസിൽ പോകേണ്ടതല്ല. നിങ്ങളൊരു പേപ്പർ എടുത്ത് നിങ്ങൾ വരച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഹാബിറ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട 2 പ്രൊഡക്ടിവിറ്റി ഹാക്സ് ആണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. ഐ ഹോപ്പ് നിങ്ങളെ ഉറപ്പായിട്ടും ഈ ഹാക്സ് ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതും ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് അടുത്ത 1 വർഷത്തിൽ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ 6 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനായിട്ട് പറ്റുമെന്നുള്ള കാര്യം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ മേക്ക് ഷുവർ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഫോർ മോർ സച്ച് കിഡ്ലൻ ഗ്രോത്ത് കോണ്ടന്റ്സ്. ബിക്കോസ് നിങ്ങളുടെ ഒരുപാട് ഗ്രോത്ത് ആക്ടിവിറ്റീസിലേക്ക് ഒരുപാട് ഗ്രോത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ചാനൽ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും. വെൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.